ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ 22 യാർഡ്സ്. അപ്പോൾ ഇന്ന് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മൂന്നാം T20 മത്സരത്തിൻ്റെ ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ടോസ് കിട്ടിയ സൗത്ത് ആഫ്രിക്ക ഇന്ത്യ ബാറ്റിങ്ങിന് അയച്ചു. അപ്പോൾ ഇന്ത്യയുടെ തുടക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓവറിൽ തന്നെ രണ്ടാമത്തെ ബോളിൽ തന്നെ സഞ്ജു സാംസൺ ഡക്കായിരിക്കുകയാണ്. ഈ വർഷത്തെ T20യിൽ 5ാമത്തെ ഡക്കാണ് സഞ്ജു സാംസൻ്റെ. അതൊരു റെക്കോർഡും. സഞ്ജു എല്ലാ കളിയിലും വരുമ്പോൾ ഓരോ റെക്കോർഡും കൊണ്ടാണ് വരുന്നത്. 2 ഇന്നിങ്സ് അടുപ്പിച്ച് സെഞ്ചുറി അടിച്ചെങ്കിലും 2 ഇന്നിങ്സിൽ ഇപ്പോൾ അടുപ്പിച്ച് ഡക്കായിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഏവരും പ്രതീക്ഷിച്ചതുപോലെ അഭിഷേക് ശർമ്മയെ ടീമിൽ നിന്ന് മാറ്റുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇന്നും അഭിഷേക് ശർമ്മയ്ക്ക് ചാൻസ് കൊടുത്തു, ഒരു 50 നേടി. ഫസ്റ്റ് പവർ പ്ലേ സമയത്ത് നല്ലൊരു ബാറ്റിംഗ് തന്നെയാണ് അഭിഷേക് ശർമ്മ കാഴ്ചവെച്ചത്. 50 നേടിയിട്ടാണ് പുറത്തായത്. ഇന്നത്തെ ഹീറോ എന്ന് പറയാമെന്നുണ്ടെങ്കിൽ തിലക് വർമ്മ എത്തി. ഇന്ന് അതിഗംഭീരമായി ബാറ്റ് ചെയ്തു, ഒരു സെഞ്ചുറി നേടി. ഫസ്റ്റ് ഇന്റർനാഷണൽ സെഞ്ചുറിയാണ്. 107 റൺസ് നേടിയിരിക്കുകയാണ്. 56 ബോളുകളിലാണ് 107 റൺസ് നേടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് ടീമിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയായിരുന്നു. ആവേശ് ഖേനെ മാറ്റിയായിരുന്നു. അതിനുശേഷം വന്നത് രമൺദീപ് സിംഗ്. ഇന്റർനാഷണൽ T20 ക്രിക്കറ്റിലെ ഫസ്റ്റ് ബോൾ തന്നെ 6 നേടി തന്നെയാണ് രമൺദീപ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. നല്ലൊരു പാർട്ണർഷിപ്പ് തന്നെയായിരുന്നു. തിലക് വർമ്മയും അഭിഷേക് ശർമ്മയും നല്ലൊരു പാർട്ണർഷിപ്പ് തന്നെയായിരുന്നു. പവർ പ്ലേയിൽ അതിഗംഭീരമായി ബാറ്റ് ചെയ്തു. അതിനുശേഷം അവർ എനിക്ക് തോന്നുന്നു 9ാമത്തെ ഓവറിൽ തന്നെ 100 റൺസ് പാർട്ണർഷിപ്പിലോട്ട് അവരെത്തി. അതിനുശേഷം സെക്കൻഡ് ഡൗൺ ആയിട്ട് വന്നത് സൂര്യകുമാർ യാദവ് വന്നു. പക്ഷേ ഇന്നും മികച്ചൊരു ബാറ്റിംഗ് ഇത് കാണിച്ചു വയ്ക്കാൻ പറ്റിയില്ല. 1 റൺസിന് പുറത്തായി. നല്ലൊരു പാർട്ണർഷിപ്പ് തന്നെയാണ് അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും നേടിയത്. അതിനുശേഷം ഹർദിക് പാണ്ഡ്യ വന്നു. നല്ലൊരു ഫോമിൽ തന്നെയാണ് ഹർദിക് പാണ്ഡ്യ ബാറ്റ് ചെയ്യാൻ തോന്നി. പക്ഷേ അപ്രതീക്ഷിതമായ വിക്കറ്റ് വീണായിരുന്നു. അതിനുശേഷം റിങ്കു സിംഗ് വന്നു. നമ്മൾ ഏവരും ഇപ്പം പ്രതീക്ഷിക്കുന്നത് റിങ്കു സിംഗ് എന്നൊരു ബാറ്റ്സ്മാൻ എന്ന് പറഞ്ഞ ഒരു ഫിനിഷർ റോളിലോട്ട് കയറി വരുന്ന ഒരു ബാറ്റ്സ്മാൻ എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ റിങ്കു സിംഗ് ഇന്ന് നല്ല രീതിയിൽ വിഷമിച്ചായിരുന്നു. സ്ലോ ബോളുകളൊക്കെ തികച്ചും എന്താ പറയുക, അതൊരു ബീറ്റായി തന്നെയാണ് എല്ലാം മിക്ക. നമ്മൾ ഒരുപാട് നാളായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ടൈപ്പ് ഒരു ഇന്നിങ്സ് റിങ്കു സിംഗിൽ നിന്ന് വരുന്നില്ല. കാരണം കുറച്ച് ബോളുകളെ ചിലപ്പോൾ ലാസ്റ്റ് കളിക്കാൻ കിട്ടുന്നുള്ളൂ. അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് കഴിഞ്ഞ ഒരു T20 എന്ന് പറഞ്ഞാൽ ചാൻസ് ഉണ്ടായിരുന്നു ബാറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ അതും അദ്ദേഹത്തിന് മുതലാക്കാനായില്ല. പക്ഷേ ഇന്നും ഒരു ചെറിയൊരു ഫ്ലോപ്പ് എന്നോ വേണമെന്നുണ്ടെങ്കിൽ അത് പറയാൻ പറ്റും. അതിനുശേഷമാണ് നമ്മുടെ ഡെബ്യൂട്ടൻ രമൺദീപ് സിംഗ് വന്നത്. ഫസ്റ്റ് ബോളിൽ തന്നെ നല്ലൊരു 6 അദ്ദേഹം തുടങ്ങിയത്. T20 ഇന്റർനാഷണൽ കരിയറിൽ ഫസ്റ്റ് ബോൾ 6 ലോങ് ഓണിന് മേലുള്ള ഒരു 6 അടിക്കും. ഇതിന് മേലെ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവാണ്. T20 ഡെബ്യൂട്ടിൽ തന്നെ ഫസ്റ്റ് ബോൾ ജോഫ്ര ആർച്ചറിന് 6 നേടിയാണ് അദ്ദേഹം തുടങ്ങിയത്. അങ്ങനത്തെ ഒരു ഒരു ഇൻട്രോ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ആ ഒരു രീതിക്ക് തന്നെയാണ് രമൺദീപ് തുടങ്ങിയത്. പക്ഷെ അദ്ദേഹം റൺഔട്ടായി പോയി. 13 റൺസിൽ 6 ബോളിൽ 13 റൺസാണ്. 6 ബോളിൽ 15 റൺസാണ് രമൺദീപ് നേടിയത്. ഒരു 4ഉം ഒരു 6ഉം 6 ബോളിൽ 15 റൺസിൽ കുഴപ്പമില്ല. ഒരു ഡെബ്യൂട്ടൻ്റ് എന്ന രീതിയിൽ ഫിനിഷറിൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഓക്കെ ആയിട്ട് ചെയ്തു. പിന്നെ അങ്ങനെ ഇപ്പം ഇന്ത്യയുടെ 20 ഓവർ കഴിഞ്ഞിരിക്കുകയാണ്. 219 റൺസ് ഇന്ത്യ നേടിയിട്ടുണ്ട്. അപ്പോൾ അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതെ, 219 റൺസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ സ്പിന്നർമാർ മിഡിൽ ഓവേഴ്സിൽ എന്തായാലും സൗത്ത് ആഫ്രിക്ക വരിഞ്ഞ് കിട്ടുമെന്ന് തന്നെ പറയാം. പിന്നെ ആ കൂടെ ഉള്ളൊരു ചോദ്യചിഹ്നം, ചിലപ്പോൾ ക്ലസൻ ഇതുവരെ ഈ കഴിഞ്ഞ 2 T20യിലും ക്ലസൻ ഫോമിലേക്ക് വന്നിട്ടില്ല. ഈ കളിയിൽ എന്താകുമെന്നുള്ളത് കണ്ടറിയാം. ഇപ്പോൾ അവരുടെ സൗത്ത് ആഫ്രിക്ക ബൗളേഴ്സിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കോ ജെൻസൺ 4 ഓവറിൽ 28 റൺസ് മാത്രമേ വഴങ്ങിയിട്ടുള്ള ഒരു വിക്കറ്റും. അത് സഞ്ജു സാംസന്റെ 2ാമത്തെ ബോളിൽ ഒരു വിക്കറ്റ് നേടിയിട്ടുണ്ട്. അതിനുശേഷം കേശവ് മഹാരാജ്, അദ്ദേഹം 4 ഓവറിൽ 36 റൺസ് വഴങ്ങി 2 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേശവ് മഹാരാജ് 2 വിക്കറ്റ് നേടിയിരിക്കുകയാണ്. ഒന്ന് ഹാർദിക് പാണ്ഡ്യയുടേതും ഒന്ന് പിന്നെ അഭിഷേക് ശർമ്മനും. ഫസ്റ്റ് ഒരു പാർട്ണർഷിപ്പ് ബ്രേക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാജിന്റെ ഒരു ബൗളിലായിരുന്നു. അഭിഷേക് ശർമ്മ ആ സമയത്ത് അറ്റാക്ക് ചെയ്ത് കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് സ്റ്റെപ്പ് ഔട്ട് ചെയ്തു, മിസ്സായി. അപ്പോൾ ഇന്ത്യക്ക് 219 റൺസ് നേടാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ കളി നമ്മൾ വിജയിക്കുമെന്ന് നമ്മൾ കരുതുന്നു. ഇന്ത്യൻ ബൗളേഴ്സിന് എടുക്കാൻ പറ്റുമെന്ന് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ മുന്നേ ഉള്ള 2 T20യിൽ നല്ല രീതിയിൽ ഇറങ്ങിയ ജെറാൾഡ് കോട്സെ 3 ഓവറിൽ 51 റൺസ് നല്ല രീതിയിൽ അടി വാങ്ങിച്ചു എന്ന് തന്നെ പറയാം. അതെ, കാരണം മുന്നേ 2 കളിയിലുള്ള വാട്ടം ഇന്ത്യ ഈ കളിയിൽ തീർത്തു എന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു ഇന്നിങ്സിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാം. എന്തായാലും ഇന്ത്യ വിജയിക്കുമെന്ന് നമ്മൾ കരുതുന്നു.